ജനുവരി 31 ബുധനാഴ്ച. മാർക്കോസ് 6:1-6 വരെ വാക്യങ്ങൾ. പ്രവാചകനായ മുഹമ്മദ് നബിയെ അദ്ദേഹത്തിൻ്റെ സമകാലികർ വളരെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. അറേബ്യയിലെ ജൂതഗോത്രങ്ങൾ മുഹമ്മദ് ബൈബിളിലെ വിവരണങ്ങളും വ്യക്തികളെയും അന്യായമായി കൈക്കലാക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തി. ഇതര അറബ് സമകാലികർ മുഹമ്മദിൻ്റെ ഏകദൈവ വിശ്വാസം നിശിതമായി വിമർശിച്ചു. മധ്യകാലഘട്ടത്തിൽ വിവിധ പാശ്ചാത്യ ബൈസന്റൈൻ ക്രിസ്ത്യൻ ചിന്തകർ മുഹമ്മദിനെ ഒരു നിന്ദ്യനായ മനുഷ്യനും വ്യാജ പ്രവാചകനും അന്തിക്രിസ്തുവുമായി കണക്കാക്കി. ഒരു പ്രവാചകനെന്ന നിലയിൽ മുഹമ്മദിൻ്റെ ആത്മാർത്ഥത, ധാർമ്മികത, വിവാഹങ്ങൾ, ലൈംഗിക ജീവിതം, അടിമകളുടെ ഉടമസ്ഥാവകാശം, മാനസിക അവസ്ഥ എന്നിവയെക്കുറിച്ചാണ് ആധുനിക വിമർശനം. ശത്രുക്കളോട് അദ്ദേഹം പെരുമാറിയ ആ രീതി സാഡിസവും ക്രൂരതയും നിറഞ്ഞതായിരുന്നു അത്രേ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിനെ സ്വന്തം ജനം തള്ളിക്കളയുന്നതായിട്ട് നാം കാണുന്നു. യേശു നസ്രത്തിലെ സിനഗോഗിൽ പഠിപ്പിക്കാൻ പോയപ്പോൾ യേശുവിനെ ശ്രവിച്ചവരെല്ലാം അമ്പരന്നു. അവൻ്റെ പഠിപ്പിക്കലിൻ്റെ ശക്തിയിലും അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തിയിലും അവർ ഞെട്ടി. അവർക്ക് നന്നായി അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ യേശു. അവരുടെ ഇടയിൽ വളർന്നു വന്ന ഒരു മനുഷ്യൻ. ഒരുപക്ഷെ അവർ അവനെ അവൻ്റെ പിതാവായ ജോസഫിനെ പോലെ ഒരു മരപ്പണിക്കാരനായി മാത്രമാണ് അറിഞ്ഞിരുന്നത്. അവൻ ഒരു പ്രവാചകനോ അധ്യാപകനോ ആകുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. തൽഫലമായി അവരുടെ വിശ്വാസക്കുറവ് നിമിത്തം യേശു അവിടെ പല അത്ഭുതങ്ങളും ചെയ്തില്ല. നല്ല പരിചയം അവഹേളനത്തിന് കാരണമാകുമെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. നമുക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ആളുകളെ ഡിസ്കൗണ്ട് ചെയ്യുന്നത് എളുപ്പമായിരിക്കും. അവർ നമുക്ക് വളരെ പരിചിതമാണ്. അവരെ നമ്മൾ നിസ്സാരരായി കണക്കാക്കുന്നു. ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടവരെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അവർ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ദാനങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ സ്നേഹവും കരുതലും നിങ്ങളെങ്ങനെ കണക്കാക്കുന്നു? നിങ്ങൾ അവരെ ശരിക്കും വിലമതിക്കുന്നുണ്ടോ? അവരുടെ കഴിവുകളെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അവർ നിങ്ങൾക്ക് എത്രത്തോളം പ്രധാനമാണ് എന്ന് അവരെ നിങ്ങൾ അറിയിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നിരവധി ആളുകൾക്ക് നന്ദി പറയാൻ ഇന്ന് സമയം കണ്ടെത്തുക. ചെറിയ രീതിയിലാണെങ്കിലും അവർ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നന്ദി പറയാം. ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും പോലും നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യത്തോട് യോജിച്ചെന്ന് വരില്ല. മനുഷ്യൻ്റെ അപാരമായ കഴിവിൽ വിശ്വാസമില്ലാത്ത ഇത്തരം ആളുകളോട് സഹതപിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. അവർ ശരിയായത് ചെയ്തതിന് നിങ്ങളോട് വിരോധം കാണിക്കുന്നു എങ്കിൽ അവരോട് സഹതാപമല്ലാതെ പിന്നെ എന്താണ് തോന്നുക?
ആരും നമ്മളെ വിശ്വസിക്കുന്നില്ല എന്ന കാരണത്താൽ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ഒരിക്കലും നിർത്തരുത്. നന്മ ചെയ്യുന്നതിന് നമുക്ക് ആളുകളുടെ ബഹുമാനം ലഭിച്ചേക്കില്ല. പക്ഷേ നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ അറിയാവുന്ന ദൈവം നമുക്ക് തീർച്ചയായിട്ടും സമ്മാനം നൽകും. ദൈവം മാത്രമാണ് ഏക ന്യായാധിപനായ വിധികർത്താവ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.